ഇങ്ങനെ പറിച്ച് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നേക്കണേ 2.5 കിലോ 100 രൂപയെ സാറേന്ന് പറഞ്ഞു. എടുത്തോ വീട്ടുകാരത്തിൽ ആണ്ട് മാങ്ങാത്തലി നടക്കണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. മാങ്ങാത്തലി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതായത് പണിക്കാർ സ്ഥിരം 8ഉം 10ഉം പേര് റബ്ബർ തോട്ടത്തിൽ പണിയാനുണ്ടാവും. അപ്പൊ അവർക്ക് കഞ്ഞി കൊടുക്കണം രാവിലെ ഉച്ചപ്പണിയാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പറയണം മാങ്ങാത്തൊലി. അപ്പൊ മിക്കവാറും മേടിച്ചാന്നാ വിചാരിക്കൂ. അതെ അതെ നമുക്ക് ചോദിക്കാം. പിന്നെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണത് ഇവിടെ നിർത്തലാക്കി. ചെമ്മീൻ കിള്ളി. മഴക്കാലം എത്തുന്നതിന് മുന്നേ ഉള്ള വേനൽക്കാലം നമുക്ക് മാങ്ങ സീസൺ കൂടിയാണല്ലോ അല്ലേ. ആ സമയം മാമ്പഴമൊക്കെ മാമ്പഴം മാത്രമല്ല മാമ്പഴമൊക്കെ ധാരാളം ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. പിന്നീട് മഴക്കാലം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അല്ലേ. പണ്ടൊക്കെ വീടുകളിൽ അത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നേ. അതിൽ ഉപ്പുമാങ്ങ ഇടുക, കണ്ണിമാങ്ങ അച്ചാറിട്ട് വെക്കുക, മാങ്ങാത്തൊലി ഇടുക, മാമ്പഴ തെര ഉണ്ടാക്കുക, മാമ്പഴം ഉപ്പിലിട്ട് വെക്കുക, അങ്ങനെ പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെക്കുമായിരുന്നു പണ്ടത്തെ അമ്മമാരൊക്കെയുള്ള വീടുകളിൽ. അത് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സമയം നമ്മുടെ ഇവിടെ പണിയൊക്കെ നടന്ന ഒരു സമയം ആയതുകൊണ്ട് ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഇന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഹാപ്പി അല്ലേ കാണാനായിട്ട്? എന്തായാലും ഇഷ്ടമാവും എന്നറിയാം. കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം വരാൻ പോകുന്ന മാങ്ങാത്തൊലിയാണ്. ശേഷം വളരെ പ്രിയപ്പെട്ട അപ്പയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കണ്ണിമാങ്ങ അച്ചാറാണ്. അതുമൊക്കെ വരുന്നുണ്ട്. അപ്പം കണ്ടു നോക്കൂ കേട്ടോ. നമ്മള് കാത്തിരുന്നില്ലേ. നീങ്ങിന്നോ, വെയിലത്തൊന്ന് ഇച്ചിരി മാറിയെന്നോ. വെയിലത്ത് മാറി വേഗം വെക്കണം, വെയിൽ പോയാൽ പറ്റൂല. കാത്തിരുന്ന് പണി കാരണം ഒറ്റ ദിവസവും പച്ചമാങ്ങ കടയിൽ പോകുമ്പോ നല്ല രീതിയിലുള്ള പച്ചമാങ്ങ ഫ്രഷ് കിട്ടൂല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അപ്പ ജോർജേട്ടന്റെ കടയിൽ ചെന്നപ്പോ അവിടെ മൂവാണ്ടൻ മാങ്ങയാണ് ഇങ്ങനെ പറിച്ച് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നേക്കണേ 2.5 കിലോ 100 രൂപയെ സാറേന്ന് പറഞ്ഞു. 2.5 കിലോ എടുത്തോ വീട്ടുകാരത്തിൽ ആണ്ട് മാങ്ങാത്തലി നടക്കണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ സൂപ്പറാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ എനിക്ക് പനി. അത് കാരണം ഒരു ദിവസം ഡിലേ ആയി എടുത്ത് വെക്കാൻ. പണി തീരണ അന്ന് എനിക്ക് പനി തുടങ്ങി. അപ്പൊ പനി തുടങ്ങിയത് കൊണ്ട് അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എന്നാണെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ എന്ന് ഓർത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ. തൊണ്ട് കളഞ്ഞേച്ച് മുഴുവത്തോടെ കഴുകുക വെള്ളത്തില്. എന്നിട്ട് തൊണ്ടോട് കൂടി മാങ്ങ പൂളിയിട്ട് ചെറുതായിട്ട് ഇച്ചിരിയോടെ ചെറുതായിട്ട് അരിഞ്ഞ് അത്രയും നല്ല എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞേച്ച് ഉപ്പ് വരട്ടി ഒരു 3-4 മണിക്കൂർ വെക്കണം. കല്ലുപ്പാട്ടോ. എന്നിട്ട് അതിന്റെ വെള്ളം ഭയങ്കര പുളിപ്പായിരിക്കും. അതുകൊണ്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയും. എന്നിട്ട് വെയിലത്തേക്ക് വെക്കുവാണ്. വെയിലത്ത് ശരിക്കും കവർ ഇടാതെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷെ കവർ ഇടാതെ വെച്ചാലേ ഈ കാക്കിയോ ഒക്കെ വന്ന് കൊത്തും. അത് കാരണം ഞാൻ ഫുഡ് കവർ ഇട്ട് മൂടും. അതുകൊണ്ട് ഉണങ്ങണ പതുക്കിയായിരിക്കും. എന്നാലും ഇന്ന് കേടുപായി കിട്ടും എന്തായാലും. ഇതേ കല്ലിപ്പിന്റെ ഉപ്പ് ഒരുപാടായ കൊള്ളൂല്ലോ. മാങ്ങാ തൊലി എന്ന് പറഞ്ഞാൽ തൊലി മാത്രമല്ല ചെത്തി എടുക്കണത്. എന്നാന്ന് വെച്ചാൽ ഞാൻ വെയിലത്തുനിന്ന് മാറി എന്ന് വെച്ച് പറയാം. പലർക്കും ഒരു ധാരണയുണ്ട് മാങ്ങാത്തലിയും ചെമ്മീനും അല്ലെങ്കിൽ മാങ്ങാത്തലിയും ചക്കക്കുരും ഒക്കെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അറിയില്ലാത്തവരായിരിക്കും അതിനെപ്പറ്റി. മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതായത് മാങ്ങാത്തൊലി എന്ന് ഞാൻ പറയണത് മാങ്ങാ തൊണ്ടോട് കൂടി കാമ്പോട് കൂടി പൂളിയെടുത്ത് കഴുകണം. മാങ്ങ ഫുള്ളായിട്ടുള്ള എന്നിട്ട് കഴുകി തൊണ്ടും ഫ്ലഷും കാമ്പോട് കൂടി പുളിയെടുക്കുക, ചെറുതായിട്ട് നുറുക്കുക. എന്നിട്ട് ഉപ്പ് തിരുമ്മി കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ എന്തായാലും വെക്കണം. അതിലേക്ക് ഉപ്പ് പിടിച്ചിട്ട് ആ പിഴിഞ്ഞ് വെള്ളം ഊറ്റി കളയുക, ഉണങ്ങാൻ വെക്കുക. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? തിരുമറയൂരൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വീടുകളിൽ വെച്ചുകൊണ്ടിരുന്ന പനമ്പേല ഉണങ്ങണ പനമ്പേലിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ അങ്ങ് തുടങ്ങുമ്പോഴേ പാടത്ത് പണി തുടങ്ങും, റബ്ബറിന് വളമെപ്പ് തുടങ്ങും. അപ്പം പണിക്കാർ സ്ഥിരം 8ഉം 10ഉം പേര് റബ്ബർ തോട്ടത്തിൽ പണിയാനുണ്ടാവും. അപ്പൊ അവർക്ക് കഞ്ഞി കൊടുക്കണം രാവിലെ ഉച്ചപ്പണിയാണ്. അപ്പൊ അതിന് മാങ്ങാത്തലിയും ഉണക്ക ചെമ്മീനോ ചാറ് കൊണ്ടോണം. പിന്നെ വേറൊരു കറി കപ്പ, ഉണക്കക്കപ്പ തേങ്ങയിട്ട് ഒതുക്കിയത്. അപ്പൊ ചാറ് കറി ഒന്നേ ഉണ്ടാവുള്ളൂ. മിക്കവാറും മാങ്ങാത്തലിയും ചെമ്മീനും ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടി ഉണക്കണത് കൊണ്ട് അവിടെയൊക്കെ പനമ്പേലിട്ട് ഉണങ്ങും. ഇപ്പൊ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കുഞ്ഞു സോസറിൽ എടുക്കാനും ഉണ്ടാവും. ഏതായാലും 2.5 കിലോ അപ്പം മേടിച്ചോണ്ട് വന്നു. ഓക്കെ. അപ്പൊ ഇനി കാണാം ഉണങ്ങി കഴിയുമ്പോൾ. ഇനിയിപ്പോ വാടിക്കഴിഞ്ഞ് ഉണങ്ങണ രീതി കാണിച്ചു തരാം. വർത്തനം പോകാൻ പറ്റില്ല. ഉണങ്ങണ രീതി കാണിച്ചു തരാട്ടോ. ഓക്കെ. അവരുടെ മൂടാ ഇനിയിപ്പൊ തന്നെ ഒന്ന് പൊട്ടും. അതെ. അവരുടെ മൂടാണെങ്കിലേ അപ്പൊ ഒന്ന് പൊട്ടും. കാക്ക കാത്തിരിക്കേ എന്തൊക്കെയാ കൊത്തണ്ടേന്ന്. പറമ്പിൽ ചക്കയും മാങ്ങ ഉണ്ടെങ്കിലും പൊട്ടും.
ഒരു ദിവസം വൈകുന്നേരം ആയപ്പോ ഇത്രേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് നല്ല ഡ്രൈ ആവും. അതെ അതെ, ഉച്ചയായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെച്ചത്. അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി കുറച്ചു നേരം ഇരുന്നിട്ട് വേണമല്ലോ വെക്കാൻ. ഒരാഴ്ച കഴിയുമ്പോൾ ഉള്ള ഒരു പരുവ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ ഞാൻ ഒരാഴ്ച മുമ്പ് ഇത് കാണിച്ചു തന്നതാണ്. മാങ്ങ കഴുകി തൊണ്ടോടുകൂടി ചെത്തിപ്പൂളാക്കി എടുത്തേച്ച് കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി വെച്ച് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്ത് വെക്കുന്ന അവസ്ഥ നിങ്ങളെ കാണിച്ചു തന്നതാ. ഒരു 4 ദിവസം നല്ല വെയിലടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗികമായിട്ട് ഇങ്ങനെ മൂടല് വന്നു, മഴ പതുക്കെ പതുക്കെ പൊടിഞ്ഞു തുടങ്ങി, അങ്ങനെയൊക്കെ ഒരേ അവസ്ഥയായി. പക്ഷെ കേട് പാകി കിട്ടി. ഇച്ചിരിയോടെ ശരിക്കും ഉണങ്ങി റെഡി ആവേണ്ടതാ. അതെ, കിലി കിലുന്ന് കേൾക്കേണ്ടതാ. ആ പരിവായില്ല, എങ്കിലും കേടുണ്ടാവൂല കേട്ടോ. ഇത് സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പറയണം മാങ്ങാത്തൊലി. ഇത് ഏപ്രിൽ മാസത്തിൽ മുഴുവനും ഇത് നല്ല വേനലുള്ള സമയത്താണ് സാധാരണ മാർച്ച് ഏപ്രിൽ ചെയ്ത് വെക്കുന്നത്, മാങ്ങ ഉണ്ടായി തുടങ്ങണ സമയത്ത്. പക്ഷെ ആ സമയത്ത് പുറത്തു പോണ സമയത്ത് മാങ്ങ നല്ലതായിട്ട് കിട്ടാൻ സാധ്യത ഇവിടെ കുറവായിരുന്നു. കാലത്തെ വണ്ടിക്കാർ വന്ന് മാങ്ങയൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് കാലത്തൊന്നും പുറത്തു പോകാൻ അപ്പയ്ക്ക് സൗകര്യപ്രദമല്ലായിരുന്നത്. കാരണം ഇപ്പൊ 2 ആഴ്ച മുമ്പ് അതിന് മേടിച്ചോണ്ട് വന്ന 2.5 കിലോ മാങ്ങയിൽ 2 മാങ്ങ ചമ്മന്തി അരക്കാനെടുത്ത്. നല്ല പുളിയാ. ബാക്കിയുള്ള മാങ്ങ അരിഞ്ഞുണങ്ങിയതാ. ഇനിയിപ്പൊ ഇച്ചിരിയോടെ ഒരു ദിവസം കൂടി ഒന്ന് നല്ല വെയിൽ കണ്ടാൽ നല്ലതായിരുന്നു, ഇല്ലെങ്കിലും കേടുണ്ടാവൂല കേട്ടോ. അപ്പൊ ഇതാണ് മാങ്ങാത്തൊലി. നമ്മളിതിനെ മാങ്ങാത്തൊലി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചെമ്മീനിട്ട്, പച്ചച്ചെമ്മീനിട്ട് വെക്കാം, ഉണക്കച്ചെമ്മീനിട്ട് വെക്കാം, ചക്കക്കുരു ഇട്ട് വെക്കാം, പിന്നെ പിക്കിൾ ഉണ്ടാക്കാം. ഇതെല്ലാം ചക്കക്കുരുവും ചെമ്മീനും ഒക്കെ ഇട്ട് ചാറ് വെക്കുമ്പോ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാട്ടോ. നമ്മുടെ വീഡിയോയില് ഈ 3 തരത്തിലും കറി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വളരെ നെസ്റ്റ് ഓർമ്മയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്, നല്ല പുളിയായത് കാരണം. ജൂൺ മാസം തുടങ്ങിയ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതൊരു കറിയാണ് മസ്റ്റ്. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ കറികൾ ഉണ്ടാക്കണേ. അപ്പൊ ഞങ്ങൾക്ക് ചുറ്റുപാത്രത്തിൽ തന്നു വിടുന്ന ഒരു കറിയായിരുന്നത്. മാങ്ങാത്തലിയും ഉണക്കച്ചെമ്മീനും അല്ലെങ്കിൽ മാങ്ങാത്തലിയും പച്ചച്ചെമ്മീനും തേങ്ങ അരച്ച് വെക്കുന്ന കറി. ഓക്കെ, പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചതും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതും. വീഡിയോ തുടങ്ങിയ ഇടയ്ക്ക് മാങ്ങാത്തലി ഉണങ്ങണ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പുതിയ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ അവർക്ക് എന്താണെന്നത് അറിയില്ല, ചോദിക്കാറുണ്ട് എന്താ മാങ്ങാത്തലി എന്ന് വെച്ചായിരുന്നപ്പോ. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓക്കെ, ഞാൻ ഇനി വെയിൽ വരുമോ എന്ന് നോക്കണം, എന്നിട്ട് വേണം ഡപ്പയിലാക്കാൻ. വെയിൽ വന്നില്ല എങ്കിൽ ഞാനൊരു ഡപ്പയിലാക്കി വെച്ചത്. ചിലപ്പോൾ ഞാൻ ശരിക്കും ഡ്രൈ ആയിട്ട് ഉണങ്ങാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സാധ്യതയുണ്ട്. ഡ്രൈ ആയിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ സ്റ്റോറിന്റെ ബർത്തയിൽ വെറുതെ ഡപ്പയിലാക്കി അടച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. ഈ പ്ലാവില വീഴുന്നത് കുഞ്ഞോളിപ്പോൾ മഴയായതുകൊണ്ട് വരാത്തതുകൊണ്ട് പ്രശ്നമാണ്. പിന്നെ മഴയായതുകൊണ്ടല്ല, പുള്ളിക്കാരൊരു ആവശ്യത്തിന് ഒരു സ്ഥലത്ത് പോയേക്കുവാ. ഈ അടുത്ത മാസം ആദ്യമേ വരുവുള്ളൂ. അപ്പം അത് കാരണം എന്നൊന്നും അടിക്കൽ നടക്കൂല. ഇങ്ങനെ കരികിൽ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം തളം കെട്ടി കിടന്നാൽ ലീക്കേജ് വരും. ഇപ്പോൾ പുതിയതായിട്ട് വാർത്തിട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള പരിപാടി. പിന്നെ സ്റ്റെയർ കേസൊക്കെ ശരിയാക്കി ഗുരാക്കോച്ചേട്ടൻ അടിച്ചിട്ടു അതിൽ. അപ്പോൾ ഏതാണ്ട് അപ്പനെ പിടിച്ചു പണി പറയുന്നത്. നല്ലതാണ് ആ പണി ചെയ്യുന്നത്. നമ്മൾ കണ്ണിമാങ്ങ ഇടാനായിട്ട് അപ്പ ഷോപ്പിൽ ചെന്നപ്പോൾ കിട്ടിയ കണ്ണിമാങ്ങയാട്ടോ. കണ്ണിമാങ്ങയായിട്ട് മേടിച്ചത്. അതേ ഞെടുമ്പൊക്കെ ഉണ്ട് അതില്. ഞാൻ കുറച്ച് ഞെടുമ്പൊക്കെ കളഞ്ഞു, കുറച്ച് ഞെടുമ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന്റെ ചെനക്കുത്ത് അതിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിമാങ്ങ നീറ്റായിട്ട് നമ്മള് ഞെടുമ്പോട് കൂടി കഴുകി വെച്ച് വെള്ളം വാലാനായിട്ട് ഒരു കിഴുത്തപാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളമയം കംപ്ലീറ്റ് പോയി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് കുപ്പിയിൽ നമ്മൾ അടുക്കിന്ന് പറഞ്ഞാൽ അടിയിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഇതിന് ഇടുന്നത്, അല്ല ഇട്ടേക്കണത്. പൊടിയിപ്പിട്ടാലും കുഴപ്പമില്ലായിരിക്കും, പണ്ട് കാലം മുതൽ കല്ലുപ്പാണ് ഇടുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് മീതെ കുറച്ച് ഉപ്പ് ഇട്ടേച്ച് ഈ ഇതുകൊണ്ട് മുറുക്കി അടച്ചു വെക്കുക. എന്നിട്ട് ഇപ്പൊ സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇടാൻ നേരത്തെ എന്നിട്ട് ബൗളിലേക്ക് മാറ്റിയാലും മതി. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-2 ദിവസം ഒന്ന് മറിച്ചു കൊടുക്കണം വെറുതെ മിക്സ് ആവാൻ വേണ്ടി.
അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പും ഇതിലേക്ക് ചേർന്ന് മാങ്ങയില് വെള്ളം എല്ലാം ഇറങ്ങി ചുങ്ങി വരും. ആ സമയത്ത് ബാക്കി പ്രോസസ്സിങ് നടത്താം. നേരം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം ഉപ്പിട്ടേച്ച് നമുക്ക് ടൈറ്റ് ആക്കി വെക്കാം. അപ്പൊ ഓക്കെ. സമയം രാത്രി 10:30. അതെ, 10:30 ആട്ടോ ഞങ്ങള് ഷൂട്ട് ചെയ്യണത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അല്ലേ. ഇച്ചിരി ഇട്ടേച്ച് നമുക്കൊന്ന് മറിക്കാട്ടോ. കാണിച്ചു തരാം. നോക്കിക്കോ. പടിയിട്ട് മുകളിലേക്കൊക്കെ പൊക്കോളും. മൊത്തം മിക്സ് ആവണമല്ലോ. ഇച്ചിരി മാത്രം ഉപ്പായാൽ പോലെ. അടിയിൽ കുറച്ച് ഉപ്പ് കിടപ്പുണ്ട് കേട്ടോ. അമ്മാസ് ടെക്നിക് ഓഫ് മേക്കിംഗ്. അല്ല, അമ്മ ടെക്നിക് അല്ല, ഇത് സാധാരണ വീടുകളിൽ ചെയ്യണതാ. കഴിഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാ വലിയ ഇഷ്ടമാണ് ഈ ഒരു അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിമാങ്ങ പാകത്തിന് കിട്ടണം. കിട്ടാത്തോണ്ടാണ് നമ്മൾ ഇടാതിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടിയത് കൊണ്ട് വാങ്ങിച്ചിട്ടു. ഈ വർഷം ഒരു 1.5 മാസമായിട്ട് നോക്കിയിരിക്കുന്ന. രാവിലെ കടയിൽ പോകാനുള്ള സമയം ഇവിടെ പണി നടക്കണോണ്ട് ഉണ്ടാകാറില്ല. അപ്പൊ ഇന്നാള് എതിർശ്ശേരി ചെന്നപ്പോ കടയിൽ ഇരിപ്പുണ്ടാവും. അങ്ങനെ എടുത്തോണ്ട് പോകുന്നതാ. അപ്പൊ ഇങ്ങനെ ഇരുന്നോളും. സ്റ്റോറിൽ കൊണ്ട് വെക്കായിരുന്നു. അവിടെയൊക്കെ കണ്ടപത്രാതി ഇല്ലായിരിക്കും. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നാളെ എവിടെയെങ്കിലും ഒരു പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓരോ സ്റ്റേജുകൾ കാണിക്കാം. അപ്പൊ ഓക്കെ, നമ്മള് ഫ്രഷ് ആയിട്ടുള്ള ഈ മാങ്ങ മേടിച്ച് കല്ലുപ്പിട്ട് വെക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു. പക്ഷെ കല്ലുപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇങ്ങനെയൊക്കെ ചെയ്ത് മിക്സ് ചെയ്യണത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇടസമയത്ത് ഞാൻ പകൽ സമയത്ത് ഇത് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ വർക്കൊക്കെ നടക്കുമ്പോൾ ടൈമൊക്കെ പല പ്രശ്നങ്ങളായിരുന്നു. അത് കാരണം അപ്പം ഇത് ഒരാഴ്ചത്തോളം കല്ലുപ്പിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് നീരിറങ്ങും. എല്ലാവർക്കും അറിയാം. നീരിറങ്ങിക്കഴിഞ്ഞാൽ മാങ്ങി അതിൽ നിന്ന് മാറ്റിയേച്ച് ആ ചറവും ഉപ്പിൻ്റെയും മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ ആ നീരിലാണ് നമ്മൾ പച്ചയെന്ന് പറഞ്ഞാൽ ചൂടാക്കാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത് ആ വെള്ളത്തിലേക്ക് ചാലിച്ചേച്ച് മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് കുപ്പിയിൽ അടച്ചിരിക്കുന്ന സംഭവമാണിത്. മണത്ത് നോക്കിക്കേ, ഭയങ്കര ചെനക്കുത്ത, നല്ല ചെനക്കുത്തിന്റെ മണം. മാങ്ങ ചുങ്ങിയിരിക്കണുണ്ടോ? അതാണ് അപ്പയ്ക്ക് ഇഷ്ടമെന്നാ പറയാറ്. അത് നല്ല ചെന കൊലയോടുകൂടിയാ മേടിച്ചോണ്ട് വന്നെ. അതും മേടിച്ചത് ജോർജിന്റെ കടയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം അവിടെ പച്ചക്കറി അച്ചിങ്ങ മേടിക്കാൻ ചെന്നപ്പോ ഇരിക്കണ കണ്ട് മേടിച്ചോണ്ട് വന്ന. ഞാൻ എപ്പോഴും പറയും, കണ്ട അപ്പ മേടിച്ചോട്ടോ, ഫ്രഷ് എപ്പോഴും കിട്ടൂലെന്ന്. അങ്ങനെ കിട്ടി. ഇനിയിപ്പൊ കഴിക്കുമ്പോ എടുക്കാം. നമുക്ക് ആയിട്ടില്ല, കഴിക്കുമ്പോ നിങ്ങളെ കാണിക്കാട്ടോ. നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങ എത്ര ദിവസം ഇരിക്കണം ഇനി ഇങ്ങനെ? അത് മച്ചൂർ ചെയ്യണം. ഇരിക്കട്ടെ, ധൃതി കൂട്ടണ്ടല്ലോ ഇപ്പൊ കഴിക്കാൻ. ചെറിയൊരു ധൃതി ഉണ്ട്. നല്ല മണം. അത് ഫ്രഷ് മാങ്ങ, അതാണ് പ്രധാനമായിട്ട്. മണം നിങ്ങളിൽ എത്തിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞെട്ടോട് കൂടി ഇങ്ങനെ ചെയ്യുമ്പോ ഞെട്ടിന്ന് ചെന, ഇങ്ങനെ ഇത്രയും നീളത്തിലുള്ള ഞെട്ടോട് കൂടിയാ കുനിപ്പ് വന്നത്. അപ്പൊ ഞെട്ടങ്ങ് പൊട്ടിച്ചു വീഴുമ്പോ ചെന നീരായത്. പിന്നെ ഉപ്പ് പെരട്ടിയിരിക്കുമ്പോ മാങ്ങയിൽ നിന്ന് ഇറങ്ങണ മാങ്ങയുടെ വെള്ളം അടച്ചേക്കട്ടെ. ഇപ്പൊ കഴിക്കണ സമയത്ത് ഇനി കാണിക്കാം കേട്ടോ. പിന്നെ ഉലുവാപ്പൊടിയുടെയും കായപ്പൊടിയുടെയും ഒക്കെ നല്ല മണമുണ്ട്. ഓക്കെ. ഇത്തവണ നമ്മള് കണ്ണിമാങ്ങ എടുത്ത്, കണ്ണിമാങ്ങ വിളവെടുപ്പെന്ന് പറയാൻ പറ്റൂല, മച്ചൂറ് ചെയ്ത കണ്ണിമാങ്ങ നമുക്കിന്ന് കറക്കി എടുക്കാൻ പോവാട്ടോ. അപ്പൊ കണ്ണിമാങ്ങ ഇത്തവണ നമുക്ക് കിട്ടാൻ ഇച്ചിരി താമസിച്ചു പോയി. ഇവിടെയും പറമ്പിലൊക്കെ പണി നടന്നത് കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാവിലെ സമയങ്ങളിലൊന്നും കടയിൽ പോകാനൊന്നും സമയം കിട്ടിയില്ല. ഈ കടകളിൽ എപ്പോഴും ഇത് പറിച്ചു കൊണ്ടുവന്ന ഒരു 10, 10, 11 ആകുമ്പോൾ കൊണ്ടുവന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അത് തീർന്നു പോകും. പിന്നെ അത് ഇരുന്നാലും വാടൽ വരും. അപ്പോൾ വാടൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം മെയ് മാസം ആയപ്പോൾ അപ്പം വെറുതെ ഒരു ദിവസം കാലത്തെ, വെറുതെ അല്ല, അന്നേരം പണി നടക്കണുണ്ടെങ്കിലും ഒരു ദിവസം സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയപ്പോൾ 11 മണി കണ്ടായപ്പോൾ കടച്ചക്കയും പയറും കണ്ട് കയറിയതാന്ന് തോന്നുന്നു ആ വെജിറ്റബിൾ ഷോപ്പില്. ജോർജിന്റെ ഷോപ്പാന്നാണ് എനിക്ക് തോന്നണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞെടുമ്പോട് കുടിക്കുന്നു, സാറേ കൊണ്ടോക്കോ, ഫ്രഷാണ്, നല്ല 1 തരം മാങ്ങിയ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ. അപ്പം തന്നെ ഒരു ഞെടുമ്പ് എന്തോരാന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. മേടിച്ചത് ഞാൻ മറന്നുപോയത്, അന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയത്. മേടിച്ചുകൊണ്ട് വന്നു, ഫ്രഷായിട്ട് നമ്മൾ ഇട്ടു. അപ്പം മാർച്ചൊക്കെ മാസം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജൂൺ ആകുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ കൂടുതലിരിക്കും തോറും അത്രയും ടേസ്റ്റ് കൂടുമെന്ന് ആ പഴമക്കാർ പറയണത്. എനിക്ക് കണ്ണിമാങ്ങ ഇടാൻ അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഇത് വീട്ടിലെ മമ്മി ഇങ്ങനെ പറഞ്ഞിരിഞ്ഞാലക്കുടയിലെ ചാച്ചൻ്റെ റെസിപ്പിയാണ്. മമ്മി ഫോളോ ചെയ്തേക്കണം. മമ്മി പറഞ്ഞതെന്നുള്ള ഐഡിയ ആണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യ പറഞ്ഞതെന്നനുസരിച്ചാണ് ഞാനിതൊന്ന് ഇട്ട് നോക്കിയത്. കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ട് വളരെ നല്ലതായിരുന്നു. നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ആയിരുന്നു. ഇത്തവണ ഇട്ടത് നന്നായിട്ടുണ്ട്. പക്ഷെ ഉപ്പിൻ്റെ
കുറവ് കൊണ്ട് ഉപ്പ് കുറഞ്ഞു പോയാൽ പെട്ടെന്ന് അലുത്തു പോവും. ഇതിന് ഉപ്പ് മുന്നിലൊന്നുമില്ല, പക്ഷെ അത്രയും മെൽറ്റായി വന്നിട്ടില്ല. ഇനിയിപ്പോൾ സമയം എടുക്കും ചിലപ്പോൾ, അതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും നല്ല സ്മെല്ലും ഇതുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ അപ്പയോട് ചോദിക്കാം. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കണില്ലല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കല്ലുപ്പ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യണത് ഇതിന്. പിന്നെ പലരും പല രീതിയിൽ, ചിലരിങ്ങനെയും മീതെ നല്ലെണ്ണയൊക്കെ ഒഴിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും ഒഴിക്കാറില്ല. അതിന് മാത്രമുള്ള ശേഖരിച്ച് വെക്കാനില്ല ഇത്. ഇതിപ്പോൾ ഡെയിലി എടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പയ്ക്ക് സ്ഥിരം ഇത് കഴിക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിൽ എനിക്ക് ഉപ്പുമാങ്ങ ഇഷ്ടം. അപ്പയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചെനക്കുത്തും ഭയങ്കര ഇഷ്ടമാണ്, ഗ്രേവി ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ കൊടുത്തേച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അപ്പം മിക്കവാറും മേടിച്ചാന്നാ വിചാരിക്കുമോ. നമുക്ക് ചോദിക്കാം, ആദ്യം ചോദിക്കാം ഇതിന്റെ അഭിപ്രായം, എന്നിട്ട് പറയാം ഇവിടെ ഇട്ടത് എടുത്താന്ന് പറയാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഊണ് കഴിക്കേണ്ട സമയമായെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഉണ്ണേണ്ട സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണു. അപ്പം ഊണ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വിശ്രമിക്കുക. ഇന്നലത്തെ ദിവസം പോലെയല്ല, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ ചെറിയ മഴയുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥ? അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ ഓക്കെ, ഇവിടെ കട്ട് ചെയ്തെടുക്കണത് ഇഷ്ടം. അല്ലെങ്കിൽ ഒരു മാങ്ങയും അതിൻ്റെ ഗ്രേവി സിറപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കടിച്ചെടുക്കണത് അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ 1-2 മാങ്ങ എടുത്തേച്ച് ഒരു ബൗളിലേക്ക് ഇങ്ങനെ എടുത്തേച്ച് കട്ട് ചെയ്ത് അതിൻ്റെ സിറപ്പ് ഒഴിച്ച് വെക്കുമോ പതിവ്. അപ്പം ആവശ്യത്തിന് അതിൽ നിന്ന് പിന്നെ കടിച്ച് ചോറിന്റെ അരികിലിടുമ്പോൾ എടുക്കാലോ. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം നോൺ വെജ് അച്ചാറുകളാണ്. അതെനിക്കറിയാം. അച്ചാറ്, ഫിഷ് അച്ചാറ്, പിന്നെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണത് ഇവിടെ നിർത്തലാക്കി. ചെമ്മീൻ കിള്ളി അരപ്പ് പുരട്ടി പച്ച ഇരിക്കുമ്പോ ആരും തിന്നൂലല്ലോ. ഷാലോ ഫ്രൈ ചെയ്ത് ഓരോ ട്രിപ്പ് വാങ്ങുമ്പോഴത്തേക്ക് അടുത്തത് ഫ്രൈ ചെയ്തത് ഇവിടെ കാണാനില്ല. ഇപ്പൊ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കൽ നിർത്തി. അതാണ് അമ്മ ബുദ്ധിപരമായി നിർത്തി. പിന്നെ പിക്കിളുകൾ അധികം കൂട്ടണത് അത്ര ഇതല്ലെന്നൊക്കെ പറയണില്ലേ. പിന്നെ പിക്കിളുകൾ ഇപ്പൊ ഇടല് കുറവാണ്, ഇവിടെ മേടിക്കലാ കൂടുതൽ കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി ഊണ് വിളമ്പമ്മ നമുക്ക് കാണിക്കാം. അങ്ങനെ അപ്പയുടെ പ്രിയപ്പെട്ട പിക്കിൾ എന്നെ ഇടുമ്പോ എനിക്ക് കാണാൻ പറ്റില്ല, അതാ മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച ആ ബൗൾ അതേപടി കൊടുക്കുമായിരിക്കും. അത്രയും അപ്പൊ കഴിക്കില്ല. ഒരു ഇച്ചിരി ചാറ് ഇതിന്റെ മീതെ ഒഴിക്കണം, അപ്പോഴാണ് തൃപ്തിയാവുക. ഇച്ചിരി വേണമെങ്കിൽ എനിക്ക് കിട്ടോ. അതാ ഞാൻ പറഞ്ഞിടാന്ന്. ഒരു കുഞ്ഞു പീസും ചാറും ഇങ്ങനെ ഒഴിക്കട്ടെ. ചാറ് അത് നല്ലത് ഉണ്ടേ. മതി മതി. വീട്ടിലെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കുഴപ്പമില്ല, എടുക്കാം. ഇടങ്ങേട് പറ്റൂല, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അതെ, ഉള്ളി അരിയട്ടെ കേട്ടോ. ഉള്ളി കണ്ണിമാങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇവിടെ ഉണ്ടാക്കിയതാ. കൊള്ളാവോ? കൊറേ നാളിരുന്ന് മെച്ചുറായതാ. അല്ല, അതിന്റെ ആ ഒരു മെച്യൂരിറ്റി അതിലറിയാനുണ്ട്. പിന്നെ ഇത് ഉഗ്രനായി ഫ്രഞ്ച് ബീൻസ്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്.